അപ്പോൾ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളം കുടിച്ചിട്ട് അതിപ്പോൾ പല്ല് തേച്ചില്ലെങ്കിൽ ഫസ്റ്റ് വെള്ളം കുടിക്കും. എന്നിട്ട് ഞാൻ വർക്കിന് ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് DSM ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കോഫിയൊക്കെ പാലലിടും. എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഈ വലിയ ആനക്കപ്പിലാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ അതിൽ ഇച്ചിരിയേ കുടിക്കത്തുള്ളൂ, ഫുള്ളൊന്നും എടുക്കത്തില്ല. പിന്നെ ഒരു പഴമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഫ്രണ്ട് ഓർഡർ ചെയ്ത ഡോമിനോസ് പിസയുടെ കൂടെ കിട്ടുന്ന ഈ ക്രോസൻ്റ് പോലത്തെ മിനിയേച്ചർ സാധനം ഇങ്ങനെ കഴിക്കാൻ തന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വർക്കിൽ നിന്നൊരു ബ്രേക്ക് കിട്ടിയപ്പോഴത്തേനും ജസ്റ്റ് DTDC വരെ പോയിട്ടൊരു കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു, ഫ്രണ്ടിന് അയച്ചു കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ തൂക്കി എടുത്തുകൊണ്ട് അടുത്തുള്ള DTDC വരെ പോയി. എന്നിട്ട് പതുക്കെ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് അവിടെ എത്തി. എന്നിട്ട് അവർ സീലൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ട് പിന്നെയും വർക്കിന് ലോഗിൻ ചെയ്യണം. എന്നിട്ട് പതുക്കെ ലിഫ്റ്റ് കയറിയിട്ട് മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തെ തന്നെ ഷോയാണ്. അത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. ഏത് ലിഫ്റ്റിൽ മിറർ കണ്ടാലും വെറുതെ വിടത്തില്ല. എന്നിട്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്നിട്ട് പിന്നെയും ലോഗിൻ ചെയ്ത് ഇങ്ങനെ ടാസ്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി തിരിച്ചു വരുമ്പോഴത്തേനും കുറേ പിങ്സ് കാണും. ഞങ്ങളുടെ പിന്നെ ഒരു ലാംഗ്വേജിൽ ഇങ്ങനെ ടെക്കീസിൻ്റെ ലാംഗ്വേജ് പിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് വന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഇച്ചിരി വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ തലേദിവസം ഉണ്ടാക്കിയ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഗുഡ് ഐഡിയ കേട്ടോ. ചോറ് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ലഞ്ച് റെഡിയാക്കാം. ജസ്റ്റ് ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ട് ആ ചോറിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ സിമ്പിളായിട്ടാണെങ്കിലും ഉണ്ടാക്കിയാൽ മതി, കാരണം അതിന് ടേസ്റ്റ് ഇടാം. എന്നിട്ട് ആ സ്ക്രാമ്പിൾഡ് എഗ്സും ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു അച്ചാറും കൂടെ, എസ്പെഷ്യലി ലെമൺ പിക്കിൾ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ലെമൺ പിക്കിൾ ഇല്ലാത്ത കാരണം ഞാൻ കടുമാങ്ങ അച്ചാർ, അത് നല്ല കോമ്പിനേഷനാണ്. കടുമാങ്ങ അച്ചാർ ഈ വിയേർഡ് ഫുഡ് കോംബോയിൽ എനിക്ക് അങ്ങനെയുള്ളത് കടുമാങ്ങ അച്ചാറും മുട്ടയും കൂടെയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതൊക്കെ കൂട്ടിക്കഴിച്ച് അടിപൊളിയായിരുന്നത്. കഴിഞ്ഞിട്ട് പിന്നെയും കയറിയിട്ട് കോൾസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെവോപ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം കുറേ ഇങ്ങനെ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ റൺ ചെയ്യണം, അതിൻ്റെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം. കോളിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ കോൾ സെൻറ്ററിൽ ഇരിക്കുന്നത് അങ്ങനത്തെ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും എന്നെ കളിയാക്കും. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കിൻഡർ ജോയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു.